നിനക്ക് 20,000 രൂപ ശമ്പളം കിട്ടിയപ്പോൾ തന്നെ നീ തീരുമാനിച്ചു 1,000 രൂപ അവന് ആ പാവപ്പെട്ടവന് കൊടുക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് നിന്നിൽ നിന്ന് സ്വീകരിച്ച ഒരു പാവമില്ലേ, അവന്റെ വീട്ടിൽ ആവശ്യം വരുന്നു, അവന് 1,000 പോരാതാകും. 1,000 പോരാതാകും. അപ്പൊ അവര് പ്രാർത്ഥിക്കും, നമ്മുടെ കർത്താവേ, ഇല്ല കർത്താവേ. അപ്പൊ കർത്താവ് നോക്കിയപ്പോ എന്ത് സംഭവിച്ചു? ഇനി അവരിലേക്ക് തുക എത്താൻ എളുപ്പ വഴി എന്താ? നിനക്കിപ്പോ 20,000 രൂപയാണ് ശമ്പളം, അപ്പൊ നീ 1,000 കൊടുത്തു. കർത്താവ് ഒരു കാര്യം ചെയ്തു, ഒരു നല്ല ജോലി കൊടുക്കാം. ഇപ്പോൾ ഉള്ളത് പാവം കഷ്ടപ്പെടുക, അവനൊരു 40,000 രൂപയുടെ ഒരു ബെറ്റർ ജോബ് വാങ്ങിച്ചു കൊടുക്കാം. അപ്പൊ 40,000 ജോലി കിട്ടി. 40,000 കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നേരത്തെ 1,000 കൊടുത്തോണ്ടിരുന്ന നല്ല 20,000 ഉള്ളപ്പോ ഇപ്പൊ 40,000 ആയില്ലേ, 2,000 കൊടുത്തേക്കാം. അപ്പൊ അവിടെ 2,000 എത്തും. അപ്പൊ നമ്മള് സഹായിച്ച മനുഷ്യരുടെ നിലവിളികൾ സ്വർഗത്തിലേക്ക് ഉയരുകയും അത് നമുക്ക് അനുഗ്രഹമായി മാറുകയും ചെയ്യും. ഇപ്പൊ നമുക്ക് സ്വന്തമുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്, കർത്താവിനും അറിയാം, നമുക്കും അറിയാം ഉണ്ട്. പക്ഷെ ഇത് ആരിലേക്ക് പോകുന്നില്ല. ഇത് ആരിലേക്കും പോകുന്നില്ലെങ്കിൽ കർത്താവ് പിന്നെ നമ്മളെ വളർത്തുകയില്ല, ഉയർത്തുകയില്ല. കാരണം കർത്താവിന് മനസ്സിലായി, ഇവന് കൊടുത്താൽ അത് വേറെ ആർക്കും, സുവിശേഷ വേലയ്ക്കും പാവങ്ങൾക്കും ഒന്നും ഉപകാരപ്പെടുന്നില്ല. അതേസമയം നമ്മളിലൂടെ എത്തുന്നുണ്ടെങ്കിൽ കർത്താവിനറിയാം, ഇവനെ ഏൽപ്പിച്ചാൽ അത് സുവിശേഷത്തിന്റെ പ്രഘോഷണത്തിനും തിരുനാമത്തിന്റെ മഹത്വത്തിനും പാവങ്ങളുടെ ഉന്നമനത്തിനും അത് ഉപകാരപ്പെടും. അതുകൊണ്ട് നിന്നെ കർത്താവ് ഉപരിയായി അനുഗ്രഹിക്കും. മെച്ചം നീ കാണും. ഇത് പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ല. കുറെ പേർക്ക് ഇത് ഫ്ലെക്സ് അടിച്ചും 4 പേരെ അറിയിച്ചും കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അതായിട്ട് ഇത് ചുരുങ്ങിപ്പോകുന്നുണ്ട്. അല്ല, എത്ര സന്തോഷത്തോടെ ഒരുക്കത്തോടെ ജെനുവിനായിട്ട് കൊടുക്കുന്നു. ഗോഡ് സീസ് ദ ഹാർട്ട്. ഹൃദയങ്ങൾ കാണുന്നവനാണ് നമ്മുടെ ദൈവം. ഒന്നും മറ്റുള്ളവന് കൊടുക്കാനില്ലാത്ത വിധം ഈ ഭൂമിയിൽ ആരും ദരിദ്രനല്ല, പാവപ്പെട്ടവനല്ല. ലോകത്താരും അറിയാതെ കർത്താവ് മാത്രം അറിയുന്ന ചില നൽകലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ലോകത്താർക്കും അറിയത്തില്ല. ആരെങ്കിലും അറിഞ്ഞാലല്ലേ അപ്രീഷിയേറ്റ് ചെയ്യത്തുള്ളൂ, ആരെങ്കിലും അറിഞ്ഞാലല്ലേ അവർ നമ്മളെ മതിപ്പോടെ നോക്കത്തുള്ളൂ. ആർക്കും അറിയത്തില്ല. അങ്ങനെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് മാറ്റി വെച്ചേക്കണം. കാരണം കർത്താവിനും എനിക്കും മാത്രം അറിയാവുന്ന ചില നൽകലുകൾ ഉണ്ടാകണം. വേറെ ആർക്കും അറിയത്തില്ല. സ്വീകരിച്ചവർക്കൊഴികെ വേറെ ആർക്കും അറിയത്തില്ല ഇങ്ങനെ നൽകുന്നുണ്ട്, നൽകിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് സീക്രട്ട് ഗീവിങ്, ഹിഡൻ ഗീവിങ് ശരിക്കും നല്ലതാണ്. അത് ശരിക്കും നമുക്ക് കർത്താവിനോട് കണക്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് പറ്റും. ഞങ്ങൾക്ക് ആ പടം ബുദ്ധിമുട്ട് നേരിടും, ഞങ്ങൾ പിന്നെ എന്നെ എടുത്ത് കൊടുക്കാൻ. നമ്മളെപ്പോഴും കാശിനെ കുറിച്ച് മാത്രം ചിന്തിക്കാം. കാശ് കൊടുക്കാനാവുന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കുക, പണത്തിന്റെ പങ്ക് കൊടുക്കുക, സമയത്തിന്റെ പങ്ക്. സമയമുണ്ടോ മറ്റുള്ളവന്റെ അടുത്തിരിക്കാൻ, അവനെ കേൾക്കാൻ, പ്രസൻസ് കൊടുക്കാൻ? ഒരു സാധനം എടുത്ത് അങ്ങോട്ടൊന്ന് വെച്ചു കൊടുക്കാൻ ആരോഗ്യമുണ്ടോ? അവന്റെ വീട്ടിലൊരു സഹായത്തിന് ചെല്ലാൻ ആരോഗ്യമുണ്ടോ? ആരോഗ്യമുള്ള ആരോഗ്യം കൊടുക്കണം. സ്കിൽസ് ആൻഡ് ടാലൻസ്, കഴിവുള്ളവരുണ്ട്. പക്ഷെ എനിക്ക് കാശൊന്നുമില്ല, എനിക്ക് ഇന്ന കഴിവുണ്ട്. ആ കഴിവ് ഉദാരമായി കൊടുക്കാവോ, അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാവോ? കുറച്ച് അവരുടെ ആവശ്യത്തിന് കൊടുക്കുമ്പോൾ അതും ദാനധർമ്മമാവുകയാണ്. ഞാൻ പറഞ്ഞത്, സമയത്തിന്റെ, ആരോഗ്യത്തിന്റെ, സ്വത്തിന്റെ, കഴിവിന്റെ ഒക്കെ പങ്ക് പറ്റുന്ന പോലെ കൊടുക്കുമ്പോൾ നിങ്ങൾ ഇതിൽ പങ്കെടുക്കുകയാണ്. നിങ്ങളുടെ പാദങ്ങൾ എത്താത്തയിടത്ത് നിങ്ങളുടെ കരങ്ങൾ എത്തട്ടെ.